പോവുകയാണ്. ജോബിന്റെ പുസ്തകം 16:16 പറയുന്ന ഈ തിരുവചനം, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നു, എൻ്റെ കൺപോളകളിൽ അന്ധകാരം കുടിയിരിക്കുന്നു. ഈ ഒരു സന്ദേശം നമ്മൾ വളരെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നാണ് ഞാൻ കരയാൻ തുടങ്ങിയത്? ഈ അടുത്തിടെയെല്ലാം പ്രസവം കഴിഞ്ഞ മാതാപിതാക്കള് രാത്രിയിലെ ഉറക്കമില്ല. എന്താ കാര്യം? കുട്ടികളുടെ കരച്ചില് സഹിക്കാൻ പറ്റുന്നില്ല, രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞ് കരഞ്ഞിരിക്കണമെന്നാണ് ഡോക്ടർമാർ പോലും പറയുന്നത്. എത്രത്തോളം കുഞ്ഞുങ്ങൾ കരയുന്നോ അത്രത്തോളം കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ശരീരത്തിന് അവയവങ്ങൾക്ക് വികസനവും ഉണ്ടാകും. നമുക്കറിയാം, പഴയ കാലത്തെ വയറ്റാട്ടികൾ എന്നാ പറയുന്നത്, പ്രസവം എടുക്കുന്നത്. വയറ്റാട്ടികൾ വന്നാല് കുഞ്ഞുങ്ങളെ കരഞ്ഞില്ലെങ്കിൽ അതിനെ പിച്ചി കരയിപ്പിക്കും, അല്ലെങ്കിൽ തല ഇട്ട് കുടഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ അതിനെ കരയിപ്പിക്കണം എന്നുള്ളതാണ്. കരഞ്ഞാലേ അതിന് ശ്വാസം ശരിയായ രീതിയിൽ പോവുകയും ആ കുഞ്ഞുങ്ങളുടെ അവയവങ്ങൾക്ക് വികസിക്കുകയും അവയവങ്ങളെ ബലപ്പെടുകയും ചെയ്യത്തുള്ളൂ എന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറേയൊക്കെ മനഃശാസ്ത്രം പഠിച്ചതാ, അതുകൊണ്ട് മനഃശാസ്ത്രം പറയുകയാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ അതിനെ പ്രസവിച്ച അമ്മയ്ക്കോ അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം അങ്ങ് വേവലാതിപ്പെട്ട് കരഞ്ഞ് കൈയൊക്കെ വിറപ്പിച്ച് കരയുന്നത് കാണുന്നത്. എന്നിട്ട് ഞാൻ 2 സ്ഥലത്ത് ഈയിടെ പോണ്ടി വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കരഞ്ഞ് ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലെ പ്രസവിച്ച നാള് മുതല് മരണം വരെയാണ് ഈ കരച്ചില് അവസാനിക്കത്തുള്ളൂ. അത്രയും വർഷക്കാലം കരയുന്ന വ്യക്തികളുടെ കണ്ണുനീരൊട്ട് വറ്റിയും പോകത്തില്ല. ഏതാണ് അവസാനം? എപ്പോഴാണ്? സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ വ്യക്തമായിട്ട് വിളിച്ചു പറയുക, 12-ാം അധ്യായത്തിലെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ 7-ാമത്തെ വചനത്തിലേക്ക് പറയുമ്പോൾ അവിടെ പറയാണ്, 7-ാമത്തെ, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തന്റെ ജീവദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു നിമിഷമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്താ പറയുന്നത്, എത്രാമത്തെ വചനാന്ന് ഞാൻ പറയാ, നമ്മളെ 6-ാമത്തെ വചനം പറയുന്നുണ്ട്. 6-ാമത്തെ വചനം, 7-ാമത്തെ ഇപ്പം ഞാൻ വായിച്ച 6-ാമത്തെ വചനം പറയുകയാണ്, വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രങ്ങൾ തകരും. കനകപാത്രങ്ങൾ എന്ന് വെച്ചാൽ ഈ മരിച്ചു കഴിയുമ്പോൾ പിന്നെ കാതിലും കഴുത്തിലും ഒക്കെ ഒന്നും ഇട്ടുകൊണ്ട് ആരും അടക്കം ചെയ്യത്തില്ല. അതുവരെയും ഈ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കോഷ്ടികളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും എന്തെല്ലാം ഫാഷൻ പരേഡ് നടത്തിയാലും ഈ മനുഷ്യ ജീവിതം എപ്പോഴും ജനിക്കുമ്പം മുതലേ മരണം വരെയും കരയുന്ന ഒരു മേഖലയാണ് ബൈബിളും പഠിപ്പിക്കുന്നത്. മരിച്ചതിന് ശേഷമേ കരച്ചില് അവസാനിക്കുന്നത്. അവസാനത്തെ വിലാപയാത്ര, മരിച്ച വ്യക്തി കരയത്തില്ല, ആ വ്യക്തി ഓർത്ത് മറ്റുള്ളവർ കരയാൻ തുടങ്ങും. അതാണ് അവസാനമായിട്ട് കണ്ണുനീര് ഒഴുക്കുന്നത്. ആ വ്യക്തിയുടെ വേർപാടിനെ കുറിച്ചുള്ള കണ്ണുനീരേ ഉള്ളൂ, അതിനുശേഷം ഒട്ടുമില്ല. ഇപ്പൊ ഇവിടെ പറയുന്നു, വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രങ്ങൾ തകരും, അരുവിയിൽ വെച്ച് കുടം ഉടയും. അരുവിയിൽ വെച്ച് കുടമുടയും എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അരുവിയിൽ വെള്ളം കോരാൻ പോകുമ്പോൾ കുട ഉടഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ മരണസമയത്ത് നമ്മുടെ ഈ ശരീരത്തിന്റെ വെള്ളം, അതായത് കരഞ്ഞും വിയർപ്പും വഴി എത്രമാത്രം വിയർത്താലും എത്രമാത്രം കരഞ്ഞാലും വറ്റാത്ത ഒരു കിണറെന്ന് പറയുന്നത് ഈ കണ്ണുനീരാ. ഇതിനെ ഞാൻ ഹോളി വാട്ടർ എന്നാ പറയുന്നത്. മായമില്ലാത്ത ഒരു വെള്ളമുണ്ടെങ്കിൽ ഇത് എന്ന് പറയാം. മായമില്ലാത്ത വെള്ളത്തിനെയാണ് കണ്ണുനീരെന്ന് പറയുന്നത്. ഈ ശുദ്ധജലത്താൽ ശരീരം കഴുകണമെന്ന് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ അങ്ങോട്ട് വായിക്കുമ്പോൾ പറയാം, ശരീരം ഇതിന് മനസാക്ഷിയോട് ചോദിക്കുന്ന ശുദ്ധജലത്താൽ ശരീരം കഴുകുകയും വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 19 തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ശരീരം ശുദ്ധജലത്താൽ കഴുകണം എന്ന്. പാട്ടുകാരൻ പറയുന്നു, കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്താവേനൻ കാര്യം നടത്തി തരും. അപ്പം കണ്ണുനീര് തൂങ്ങുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്, കണ്ണുനീര് വാർത്തവൻ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കണ്ണുനീര് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കരഞ്ഞ്
കാട്ടുകളെ മുഖം വികൃതമാക്കരുത്, മുഖം ചുമപ്പിക്കരുത്. ആവശ്യമുള്ളതിന് കരഞ്ഞാൽ അതിന് ഫലമുണ്ട് എന്ന് ഞാൻ ഒരു നാള് പഠിപ്പിച്ചതാ. പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ കുമരഞ്ചിറയിലെ ഒരു ക്ലാസ്സില് ഞാനും മാനോജച്ചനും രണ്ട് രീതിയിൽ എടുത്തായിരുന്നു. പിന്നെ ഒരിടത്ത് ഞാനും മാത്യു പുളിന്താനോ അച്ഛനും എടുത്തായിരുന്നു. അച്ഛൻ കണ്ണുനീരിനെ കുറിച്ച് പറയുമ്പോൾ ഞാനും കണ്ണുനീരിനെ കുറിച്ച് എടുത്തു. അപ്പം രണ്ടും വ്യത്യസ്തമായ രീതിയിലുള്ള ആ ആ ടോക്ക് കേട്ടിരുന്നവർക്ക് അത് ഒന്നായിട്ട് തിരിച്ചറിയാനായിട്ട് അവസരം കിട്ടി. അതുകൊണ്ട് കണ്ണുനീര് ജനിക്കുമ്പം മുതൽ മരിക്കുന്നിടം വരെ ഒരു മനുഷ്യൻ കണ്ണുനീര് തൂകും. കണ്ണുനീര് തൂകുമ്പോൾ ഓർത്തുകൊള്ളുക, ആ വ്യക്തിയുടെ കണ്ണുനീര് വറ്റിപ്പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ കണ്ണുനീര് വരുന്നറിയോ? സഭാപ്രസംഗി 12-ാം അധ്യായം 1-ാമത്തെ വചനം പറഞ്ഞു, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പേ യൗവനത്തിൽ സൃഷ്ടാവിനെ നീ സ്തുതിക്കേ. അപ്പൊ ഇവിടെ പറയുകയാണ്, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് തന്റെ ജീവദാതമായ ദൈവത്തിലേക്കും പോകുമ്പോഴാണ് ഈ ഈ ഈ കണ്ണുനീര് അവസാനിക്കുന്ന ഒരു വ്യക്തിയുടെ. അതുകൊണ്ടാണ് അരുവിയിൽ വെച്ച് കുടമുടയും, നീർത്തൊട്ടിയുടെ ചക്രം തകരും. നീർത്തൊട്ടി എന്ന് പറയുന്ന ഈ ശരീരത്തിൽ നിന്ന് കണ്ണുനീരിലേക്ക് വരുന്ന അതിന്റെ കണ്ണുനീര് ധാരധാരായിട്ട് ഒഴുകിയ അതിന്റെ ആ നീർത്തൊട്ടിയുടെ ചക്രം പൊട്ടിപ്പോകും, ചക്രം തകരും, പിന്നെ കണ്ണുനീര് വരത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും ശവം കരയുന്നതായിട്ട്? ഏതെങ്കിലും ശവം അല്ലെങ്കിൽ ഡെഡ് ബോഡി കരയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. പക്ഷെ ഈ കരച്ചിൽ രണ്ട് വിധമുണ്ട്. ഞാൻ ഏത് ക്ലാസ് എടുക്കുമ്പോഴും രണ്ട് വിധം പറയുന്നുണ്ട്. ഒന്ന്, കാരണം കൂടാതെ ചുമ്മാ കറന്ന് കരയും. നമ്മുടെ ഇതിനകത്ത് ഒത്തിരി മക്കളുണ്ട്, കാരണമില്ല ചുമ്മാ തൊടുതരും പഠിക്കുന്ന കാര്യം. ചില വ്യക്തിക്ക് എന്ത് കേട്ടാലും ലോല ഹൃദയമാണെന്നാ പറയാ, എന്ത് കേട്ടാലും കരയുന്നത്. ഒത്തിരി പേരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ബ്രദറെ, എന്ത് കേട്ടാലും ഇവക്ക് കരച്ചില്ല, ആരുടെ കാര്യം കേട്ടാലും കരച്ചില്ല. ഇവിടെ കണ്ണിക്കൂടെ ഇങ്ങനെ കുടുകൂടാന്ന് വെള്ളം വരും, ചിലരുടെ കൈ കൂടെ വെള്ളം ചാടും. പരീക്ഷ ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഒത്തിരി പേര് പ്രാർത്ഥിച്ച് ദൈവം തമ്പുരാൻ എന്നെ കൂടി സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ചിലര് നിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന കാല് വെക്കുന്നിടത്ത് വെള്ള വഴി ഇങ്ങനെ വെള്ളം പോയിട്ട് താഴെ മൂത്രം ഒഴിച്ചിട്ടേക്കുന്ന രീതിയില്ല. ആരാണ്ട് ഇങ്ങനെ അസുഖം വന്നപ്പോൾ, ധ്യാനത്തിന് വന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഈ അസുഖമാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചാൽ, നീ എന്താടി അവിടെ മൂത്രം ഒഴിച്ചു വെച്ചാൽ? നിന്റെ കാലിന് താഴെ മുഴുവൻ എന്താണ്ട് വെള്ളം കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴവള് കരഞ്ഞോണ്ട് ഓടി വന്ന് എൻ്റെ ഒക്കെ പറഞ്ഞു, ബ്രദറെ, എനിക്ക് കൈയുടെ വെള്ളയിൽ നിന്നും കാലിന്റെ വെള്ളയിൽ നിന്നും ഇങ്ങനെ ജലം ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ എൻ്റെ വചനം പറഞ്ഞ് നല്ല ശക്തിയായിട്ടിരിക്കുന്ന സമയം, കൈ നല്ല ചൂട്, ആത്മാവിന്റെ ആ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയം. വചനം എന്ന് പറഞ്ഞാൽ ആത്മാവും ജീവനുമാണ്. വചനം അഗ്നിയാണ്, പാറയെ തിറക്കുന്ന കൂടമാണെന്നൊക്കെ പറഞ്ഞ സത്യമാണ്. ആ കരങ്ങൾ അവിടെ കരങ്ങളിലേക്ക് വെച്ചിട്ട് 2 അടി അങ്ങോട്ട് വെച്ചു കൊടുത്ത്, 2 കൈയിലും കാലയിലും 2 അടി വെച്ചു കൊടുത്ത് ജോസ് അവിടെ നിന്നെന്നുള്ളായിരുന്നു. ആ നിമിഷം എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ രോഗം പിന്നെ അവർക്ക് വന്നിട്ടേ ഇല്ല. കാരണം ഞാനല്ല അവിടെ ചെയ്തത്. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ കൈ കൊണ്ട് അവളെ അടിക്കാൻ പറഞ്ഞു. അവിടെ കൈയുടെ വെള്ളയ്ക്ക് 2 കൈയുടെ വെള്ളയ്ക്കും അടിച്ചു. അവിടെ കൈയുടെ വെള്ളം നിന്ന് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. ചോദ്യപേപ്പറും ഉത്തരപേപ്പറും നനഞ്ഞ് കുതിർന്നു പോവുകയായിരുന്നു. ആ രോഗം ഡോക്ടറെ കൊണ്ട് മരുന്ന് കൊണ്ട് മാറാൻ പറ്റാത്തൊരവസ്ഥ. അവൾക്ക് കണ്ണുനീരും ശരീരത്തിലും വിയർപ്പിലൂടെ കൈയുടെ വെള്ളയിലും കാലിലും കൂടെ വെള്ളം, എന്നിട്ടും അവിടെ ശരീരത്തിന് വെള്ളം വറ്റിയിട്ടില്ല. അപ്പൊ എപ്പോഴാണ് പറ്റുന്നത്? മരണസമയം, മരിക്കുന്ന സമയത്താണ് പറ്റുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കാം. ദൈവം പോലും കരയുന്നുണ്ട്, ഈശോയും കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കരച്ചില് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാ. വേദനാജനകമായിരിക്കണം കരച്ചില്. മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ആ വ്യക്തിയുടെ യോഗ്യത അനുസരിച്ച് 1-2 ദിവസം അവന്റെ യോഗ്യത അനുസരിച്ച് കരയണം. നിന്റെ കരച്ചിൽ വേദനപൂർണമായിരിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 38-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കരച്ചിലിനെ കുറിച്ച് നമ്മൾ ശരിയായിട്ട് അറിയണം. വെറുതെ പൂങ്കണ്ണീര് തൂക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ കണ്ണുനീരിന് പകരം ദൈവം ചോദിക്കും. കണ്ണുനീര് തൂകുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്. അത് വെറുതെ കരഞ്ഞ് ആ കണ്ണുനീര് കളയാനുള്ളതല്ല. അതിന് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ കരയുള്ളൂ, അതിന് ഫലം ഉണ്ടാകും. നമുക്കറിയാം 1 ശമൂവേല് 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിലെ അന്നയ്ക്ക് എല്ലാവരും കളിയാക്കുകയും അന്ന ഒറ്റപ്പെട്ടു പോവുകയും ചെന്നപ്പോൾ അന്ന ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ കണ്ണുനീരിന് ഫലമുണ്ടായിരുന്നു. 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാമത്തെ വചനം. ആ കണ്ണുനീരിന് ഫലമുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് ഇവിടെ നമുക്കറിയാം 38-ാം അധ്യായത്തില് 16 മുതലുണ്ട് മരിച്ചവരെ ഓർത്ത് 17-ാമത്തെ വചനം പറയുക. ആ ഇവിടെ പറയുന്നുണ്ട്, മകനെ മരിച്ചവനെ ഓർത്ത് കരയുക, കഠിന വേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക. കഠിന വേദന എന്തുണ്ട്? പക്ഷെ ഇന്ന് ഇതിൻ്റെ അകത്തിരിക്കുന്ന പല വ്യക്തികളും ആവശ്യമില്ലാത്ത കരച്ചില്, അനാവശ്യമായ കരച്ചില്, അനിഷ്ട സംഭവങ്ങള് ഒക്കെ ഉണ്ടാകുമ്പോൾ ചുമ്മാ കടന്ന് കരയുക. ആവശ്യമില്ലാതെ കരയരുത്. കണ്ണുനീരിന് വിലയുള്ളതാ. കാരണം നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ, കണ്ണുനീര് കുപ്പി ശേഖരിക്കുന്നെന്ന്. ദൈവം തമ്പുരാൻ നിന്റെ കണ്ണുനീര് കുപ്പി ശേഖരിക്കും. അതുകൊണ്ട് ഈ കണ്ണുനീരിന് ഭയങ്കര, ഒരു ഡ്രോപ്പ് കണ്ണുനീര് വെറുതെ ആക്കരുത്. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് കരയുക, കഠിന വേദന എന്നുകൊണ്ട് വിലപിക്കുക. അതിന്റെ പ്രതിസര്യം ശരിയായത്, നിന്റെ കരച്ചിൽ വേദനപൂർണ്ണവും വിലാപം തീക്ഷ്ണതയുള്ളതായിരിക്കട്ടെ. കണ്ടോ 17-ാമത്തെ വചനം 16-ഉം 17-ഉം. നിന്റെ കരച്ചിൽ വേദനപൂർണ്ണമായിരിക്കണം. വേദനിച്ച് ആ വ്യക്തി വേർപെട്ടു പോയി, ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ എന്റെ കൂടെ ആയിരുന്നു പോയി, എന്തെല്ലാം ചെയ്തു, അത് ഓരോന്ന് ഓർത്തോർത്തിട്ട് ഹൃദയം തന്ന് അത് പൊട്ടിക്കരയണം. ഓക്കെ, സമ്മതിച്ചു. എത്ര നരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ, ആരും ആക്ഷേപിക്കരുത് എന്റെ കരച്ചിൽ കണ്ടിട്ട്. അവന്റെ യോഗ്യത അനുസരിച്ച് 1-2 ദിവസം കരയുള്ളൂ. ഏത്? മരിച്ചവരെ ഓർത്ത്. പിന്നെ നമ്മൾ കരയുന്നത് എന്തിനാ? വെറുതെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയും. അത് ദൈവത്തിന് ഇഷ്ടമല്ല. സങ്കീർത്തനം 6 കരയുമ്പോൾ നമ്മുടെ മുഖം ചുമന്ന് വരും, കണ്ണുകളൊക്കെ ചുമക്കും, മുഖം വെറുതെ ആകും. വളരെ പ്രശ്നമാണ്. സങ്കീർത്തനം 6-ാം അധ്യായം നമുക്കറിയാം, വിലാപ സങ്കീർത്തനം എന്നാ പറയുന്നത്. 6-ാം അധ്യായം 6-ാമത്തെ വചനം പറഞ്ഞു, കരഞ്ഞ് ഞാൻ തളർന്നു. മുമ്പ് നമ്മുടെ തീം ഏതായിരുന്നു? ജോബിന്റെ പുസ്തകം 16:16, ജോബ് ചാപ്റ്റർ 16 ആയിരുന്നു. ഇവിടെ പറയാ, കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി. ഇതിൻ്റെ അകത്തിരിക്കുന്ന പല വ്യക്തികളും രാത്രി തലയെണ്ണ കുതിർന്നിട്ടുണ്ട് കരഞ്ഞ്. വേദന കൊണ്ട് ഓരോന്ന് ഓർത്തോർത്തിട്ട് വിങ്ങിപ്പൊട്ടിക്കരയും. ചിലപ്പോൾ ശ്വാസം മുട്ടൽ വരെ സംഭവിച്ചിട്ടുള്ളവർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം എന്ന് ഞാൻ ജനിച്ചോ, എന്ന് ഞാൻ മരിക്കുന്നോ, അതുവരെയും കരച്ചിൽ എന്തായാലും മനുഷ്യ ജീവിതത്തിലുണ്ട്. കണ്ണുനീര് തൂകും, കരയും, വേദനജനമായിട്ട് കരയും. അതുകൊണ്ട് ഈ കരച്ചിൽ 2 രീതിയിലുണ്ട്. അത് എപ്പോഴും ഓർത്തുകൊള്ളുക. കരഞ്ഞ് ഞാൻ തളരും. കരയുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഒരു തളർച്ചയുണ്ട്. കരഞ്ഞു കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഒരു ലോലമായിട്ട് മാറും, ഒരാശ്വാസം കിട്ടും. കരച്ചിലിന് ഒരു ആശ്വാസം ഉണ്ട്, അതങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയാ, എന്റെ തലയണ കുതിർന്നു, കണ്ണുനീര് കൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു. ഒരുപാട് കുഞ്ഞുങ്ങളും ഒരുപാട് ഭാര്യമാരും ഒക്കെ, ചിലപ്പോൾ ഭർത്താക്കന്മാരും ആരും അറിയാതെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് തലയണ പോയി കെട്ടിപ്പിടിച്ച് കരയുന്ന കാണാം, തലയണ നനഞ്ഞു കിടക്കുന്ന കാണാം. അങ്ങനെയൊക്കെ ചില ഭർത്താക്കന്മാര്. പക്ഷെ ഭർത്താക്കന്മാര് മുഴുവൻ മണ്ണാങ്കട്ടയല്ലേ, കരഞ്ഞു പോയെങ്കിൽ എല്ലാം കൂടെ അലുത്തു പോകും. മറ്റവര് എല്ല എത്ര കരഞ്ഞാലും അത് അലുത്തു പോത്തൊന്നുമില്ല. അതുകൊണ്ട് തമ്പുരാന്റെ കരയുന്നത്, ദുഃഖം കൊണ്ട് എന്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം. എന്തുകൊണ്ടാണ് ഈ കരയുന്നതെന്നറിയോ? എന്തുകൊണ്ടാ കരയുന്നത്? നമ്മുടെ പീഡനങ്ങളും ക്ലേശനങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഈ കരച്ചിൽ വരുന്നത്. ദുഃഖം വരുമ്പോൾ കരച്ചിൽ വരും. ദുഃഖത്തിലിരിക്കുന്ന അതിന്റെ രഹസ്യം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, കണ്ണുനീര് കൊണ്ട് എന്നെ കിടക്കുന്നതാണ്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് അറിയാം, എത്രയോ പ്രാവശ്യങ്ങൾ കരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ദുഃഖം കൊണ്ട് എന്റെ കണ്ണു, ശത്രുക്കൾ നിമിത്തം എനിക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങള്, ക്ലേശങ്ങള്, ഒറ്റപ്പെടലുകള്, അതുപോലെ നഷ്ടങ്ങള്, കഷ്ടങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ കരയുന്നത്. അതുകൊണ്ട് ആ കരച്ചില് എപ്പോ തീരും? ഈ പ്രശ്നത്തിന് പരിഹാരം വരുമ്പം കണ്ണുനീര്. എന്നാ പ്രശ്നം മാറുന്നത്? എന്ന് മാറും എൻ്റെ ദുഃഖം, അന്ന് മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അതൊരു പാട്ടുണ്ട്, ഞാനത്, എന്നു തീരും എൻ്റെ ദുഃഖം ഇന്നീ മണ്ണിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അങ്ങനെ ഒരു പാട്ടാ. എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണില്. എന്ന് നിന്റെ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ തീരുന്നോ, എന്ന് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരുന്നോ, അന്ന് വരെയും നിന്റെ കണ്ണുനീര് തൂയിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് നീ ലോകത്തുനിന്ന് വേർപെട്ടു പോന്ന്, അപ്പം മാറും നിന്റെ കണ്ണുനീര്. അതുവരെയും കരയും. പക്ഷെ കരയുന്നത് ഏതെങ്കിലും പ്രശ്നങ്ങൾക്കായിരിക്കണം എന്ന് എടുത്ത് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് 8ഉം 10ഉം കൂടെ ഞാൻ വായിക്കും. 8 മുതൽ, അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ. അവരുണ്ട് അങ്ങനെ അധർമ്മം വരുമ്പോഴാ
മറ്റുള്ളവരാല് ഇപ്പം ഭർത്താവിനാൽ ഭാര്യ ദുഃഖിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അവര് കണ്ണുനീര് ഒഴുകുന്നുണ്ട്, തലേണ കുളിക്കുന്നുണ്ട്, ഓർത്തോർത്തോർത്തോർത്ത് വിലകി. അമ്മമാരും അപ്പന്മാരും മക്കളെ തല്ലുമ്പോൾ അവർ ഓർത്ത് വിങ്ങി പൊട്ടിക്കറിയും, ഏങ്ങലടിച്ച് കറിയും, ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ. അത് കണ്ടു നിൽക്കുന്ന മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റാതെ ഓടി വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പോയി അടിച്ച അമ്മമാർ തന്നെ പോയി ആശ്വസിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് എടുക്കാനായിട്ടില്ല. അവിടെ പറയാണ്, കർത്താവേ എന്റെ വിലാപം കേട്ടിരിക്കുന്നു, എന്റെ കണ്ണുനീരിന്റെ വിലയുണ്ടോ? ഉണ്ട്. ഞാൻ വിലപിച്ചത്, ഞാൻ കണ്ണുനീരൊഴിക്കത് ദൈവം കേട്ടിരിക്കുന്നു. കർത്താവ് എന്റെ യാചന ശ്രവിച്ചു, ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം കർത്താവ് ശ്രവിച്ചു. ഇതാ കണ്ണുനീര് ആവശ്യമുള്ളതിന് വേണ്ടി വേണമെന്ന് പറയുന്നത്. അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. ഉണ്ടോ? അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ വേദനകൾ എന്റെ വേദനകളാക്കി മാറ്റി ഞാൻ കണ്ണുനീരോടെ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എന്റെ സകല ശത്രുക്കളിൽ ലജ്ജിച്ച് പരിഭ്രാന്തരാകും. ദൈവം തമ്പുരാന് ആ കണ്ണുനീര് ഏറ്റെടുക്കുമ്പോൾ ശത്രുക്കളിൽ ലജ്ജിച്ച് അവർ അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങിപ്പോകും. പ്രശ്നങ്ങളെല്ലാം മാറുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോഴാണ്. അതാ പാട്ടുകാരൻ, കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. വേദനയോടും കണ്ണുനീരോടും പ്രാർത്ഥിക്കേണ്ടത് കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ഉണ്ടാകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, കരയുന്നത് നല്ലതാ. കരയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. പക്ഷെ കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോകും. ചില വ്യക്തികള് കട്ടിലെ പോയി കിടന്ന് പിന്നെ എഴുന്നേക്കത്തില്ല, ഒരു ദിവസം 2 ദിവസമൊക്കെ. ആ കരച്ചിലിന്റെ വേദന ശരീരത്തെ തളർത്തിക്കളയും. ചിലര് ശരീരത്തിന് ഏതെങ്കിലുമൊക്കെ പീഡനങ്ങൾ ഉണ്ടാവും. അതാണ് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ചിലവരെ ആത്മഹത്യ വരെ വരുന്നതിന്റെ കാരണം അതാ. കരഞ്ഞ് 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 സഹിയിട്ട് കഴിയുമ്പോഴേ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവീയ ഹിതപ്രകാരമുള്ള ദുഃഖമാണ് നീ കരയുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവിടുന്ന് കർത്താവ് വരും. അതുകൊണ്ടാണ് സങ്കീർത്തനം 56:8 പറയുന്നത്, അവിടുന്ന് എന്റെ അലച്ചുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണുനീർ കണ്ണങ്ങൾ അങ്ങ് കുപ്പി ശേഖരിച്ചിട്ടുണ്ട്, അവ എന്റെ ഗ്രന്ഥത്തിലുണ്ട്. അവ ഗ്രന്ഥത്തിലുണ്ടല്ലോ. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുക. കണ്ണുനീര് തോന്നുമ്പോൾ കർത്താവ് അത് ശേഖരിച്ചു വെക്കുമെന്ന്. ആ കണ്ണുനീരിന് വിലയുണ്ട് ആവശ്യത്തിന് വേണ്ടി കരയുമ്പോൾ. മറ്റുള്ളവർ എങ്ങനെ കരയണം? വിലാപത്തിന്റെ പുസ്തകം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിലാപത്തിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 19 എന്തുകൊണ്ടാ ഈ കരയേണ്ടി വരുന്നത്? 17-ാമത്തെ വചനം വരെ, എന്റെ ആത്മാവിന് സ്വസ്ഥത ഇല്ലാതാകും. അതാണ് ആത്മഹത്യ പ്രവണത വന്നത്. സ്വസ്ഥത ഇല്ലാതായി, മരിച്ചു കളയാമെന്ന് കണ്ടു. സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. ഒരുപക്ഷെ ജനിച്ച് വീണപ്പം മുതൽ എനിക്ക് കണ്ണുനീരും ദുഃഖങ്ങളും എന്നെ വിട്ടു മാറുന്നില്ല. ഒരുപക്ഷെ കല്യാണം കഴിച്ചപ്പം തൊട്ട് എൻ്റെ ഗതികേടായി. കല്യാണം കഴിച്ചപ്പം തൊട്ട് എനിക്ക് സ്വസ്ഥതയില്ല, സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. കല്യാണത്തിന് മുമ്പേ സന്തോഷിച്ചൊക്കെ ജീവിച്ചു. കല്യാണത്തിന് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ വിവാഹത്തിന്റെ ആ ജീവിത ബന്ധത്തിലേക്ക് കയറിയപ്പോൾ എൻ്റെ ഫാമിലി ലൈഫില് എനിക്ക് സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഒരുപാട് വ്യക്തികൾ പറയുന്നുണ്ട്. കരഞ്ഞ് കരഞ്ഞ് അവരുടെ ജീവിതം തന്നെ അവരെ മതിയാക്കിയ ഒരവസ്ഥ. മടുത്തു, ഇനി കരയാൻ കണ്ണുനീരില്ല, ശരീരം ക്ഷയിച്ചു പോയി. എന്തുകൊണ്ടാ? 19-ാമത്തെ വചനം പറയുന്നു, എന്റെ കഷ്ടതയുടെയും അലച്ചിന്റെ ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതുകൊണ്ടാ കാര്യം ഓരോന്നൊന്നും ഓർക്കുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. അതങ്ങോട്ട് കയ്പ് അങ്ങോട്ട് ചെല്ലുന്ന അങ്ങോട്ട് തികട്ടി വരികയാ. ചിലപ്പം ആ വ്യക്തിയെ കാണുമ്പോൾ തികട്ടി വരും. അത് പറയുമ്പോൾ ഇല്ലാതിരുന്നത് ശരിയല്ലേ? എന്റെ ശത്രുവിനെ കാണുമ്പോൾ, വീട്ടിൽ തന്നെയാണ് ശത്രു, അതൊന്ന് കാണുമ്പോൾ എനിക്കങ്ങ് തികട്ടി വരിക. പിന്നെ ഓരോന്ന് ഓർത്ത് ആ വിഷമെല്ലാം കൂടെ കയറും. അത് ഒറ്റ തുപ്പുന്നതാ. ചിലര് പ്രതികരിക്കും, ചിലര് തുപ്പുന്നതാണ് കണ്ണുനീര് ധാരധാരയിട്ട് തലേണ നനയ്ക്കുന്നത്. പ്രതികരിക്കാൻ പറ്റുക. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് 20-ാമത്തെ വചനം പറയുന്നു, വിലാപം. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു, മനസ്സ് തകർന്നു പോകുക. അങ്ങനെ വരുമ്പോഴാണ് ആത്മഹത്യ പ്രവണതയിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്നത്. അങ്ങനെ വരുന്നതാണ് ആത്മഹത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നമ്മളെല്ലാം വിട്ടുകൊടുക്കുക.
ഈശോയുടെ കരച്ചിൽ നമുക്കൊന്ന് കാണാം. ഒരു വിധവ കരഞ്ഞ് തന്റെ മകൻ പോയപ്പോൾ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 7-ാം അധ്യായം 13 അല്ല അതെ 7-ാം അധ്യായം 13-ാമത്തെ വചനത്തിലേ പറയുന്നുണ്ട്. ഒന്ന് നോക്കാം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അപ്പൊ അവൾ കരയുകയായിരുന്നു. വിധവയ്ക്ക് ഏക മകനായിരുന്നു. അവന് നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ മരണം കണ്ടിട്ട് അവളെ ഏങ്ങലടിച്ച് കരഞ്ഞ് കരഞ്ഞ് കരയും. നമുക്കറിയാം, മരിച്ച വീട്ടിലൊക്കെ പോകും, കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കട്ടിലേ പോയി ചുരുണ്ടുകൂടി കിടക്കുന്ന കാണാം, തളർന്നു പോവുകയാണ്. അവളെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞ് പറഞ്ഞു, അവളോട് പറഞ്ഞു കരയണ്ട എന്ന് പറഞ്ഞു. പിന്നെന്നാന്ന് പറയോ, ഇവിടെ കർത്താവ് പിന്നെ ആ കരച്ചിൽ മാറ്റിയത് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അപ്പം കണ്ണുനീര് ദൈവഹിത പ്രകാരമാണെങ്കിൽ, ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ട്. വെറുതെ പൂക്കണ്ണീര് വീഴ്ത്തുന്നവരുണ്ട് ഇതിൻ്റെ അകത്ത്. ചിലരൊക്കെ ചുമ്മാ തൊടുന്നതിനും പിടിക്കുന്ന കരച്ചിലോട് കരച്ചില്ല. അത് ഒരു പ്രയോജനമില്ലാത്ത കണ്ണുനീരാ. അത് കർത്താവ് കുപ്പിയിലൊന്നും ശേഖരിച്ച് വെക്കത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കരച്ചിലിന് ഒരു അർത്ഥം വേണം. കരച്ചിലിന് കണ്ണുനീരിനൊരു വിലയുണ്ട്. ആ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പം കണ്ണുനീര് തൂകുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞ് കാര്യങ്ങളെല്ലാം സാധിച്ചു തരും. ഇവിടെ അല്ലാത്ത കണ്ണുനീര് എത്ര തൂകിയാലും നീ കരഞ്ഞു കരഞ്ഞ് ക്ഷയിച്ച് നീ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലെ 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖമുണ്ട്, അത് കരഞ്ഞോട്ടെ. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നത് നമുക്കറിയാം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അതൊരു കണ്ണുനീര് തൂകുമ്പോൾ ദൈവം മനസ്സലിയും. ആ പാട്ട്, അതുകൊണ്ടാ പാട്ട്, കണ്ണുനീർ താഴ്വരയിൽ ഞാനറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവേനൻ കാര്യം നടത്തി തരും. അപ്പൊ അതാണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, രക്ഷകരെ പറ്റാത്തവ. ആ കണ്ണുനീരിന് വിലയുണ്ട്. ആ കണ്ണുനീരിന് കർത്താവ് രക്ഷ നിനക്ക് നൽകും. അടുത്ത പറയുക, അതിന് ഖേദത്തിന് അവകാശമില്ല, ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല, കരഞ്ഞോട്ടെ, അതിന് ഫലമുണ്ട്. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുക. അപ്പൊ ആ കരച്ചിലാണ് ആവശ്യമില്ലാത്ത കരച്ചിൽ. ചുമ്മാ കടന്ന് കരയുക, ചുമ്മാ കടന്ന് മോങ്ങാടി എന്നൊക്കെ നമ്മൾ പറയും. ദേഷ്യം കയറുമ്പോ ചുമ്മാ കടന്ന് മോങ്ങുക. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും ആത്മവിശ്വാസം വേണം. എന്തിനും രോഗം വന്നാൽ പോലും നമ്മൾ ചുമ്മാ കടന്ന് കരയേണ്ട കാര്യമില്ല. ആത്മവിശ്വാസം, അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം വരുന്നത്. നമ്മൾ ചുമ്മാ തുറന്നതിനും പിടിക്കും, കരച്ചിലോട് കരയും. ഇനി ചില കൗൺസിലിംഗ് എന്നൊക്കെ ഇരിക്കുമ്പോഴോ കാര്യം പറയാൻ വരുന്നതാ. അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ഇല്ലാത്തതൊന്നും ചൊറിഞ്ഞ് കയറി വരും. കാര്യം എന്താണെന്നറിയോ, ആ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് പറയുമ്പോൾ എവിടെ തിരിയാനാ? ഒന്നാമത് മലയാളം പറയുന്നത് തിരിയത്തില്ല എനിക്ക്. എന്നോട് ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് തിരിയത്തില്ല. ഞാൻ അങ്ങോട്ടെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് തിരിയും. പക്ഷെ എന്നോട് ഇങ്ങോട്ട് പറയുന്നത് നല്ല വ്യക്തമായിട്ട് പറയണം. വ്യക്തിപരമായിട്ട് കാണുമ്പോൾ നല്ല വ്യക്തമായിട്ട് പറയണം. അത് കരഞ്ഞോണ്ട് പറഞ്ഞോണ്ട് എവിടെ തിരിയാനാ? അത് അങ്ങനത്തെ കരച്ചിലൊക്കെ ഉണ്ടാക്കി കരയുന്നവർ. അത് എനിക്കറിയാം. നമ്മൾ ഈ ബോഡി ലാംഗ്വേജ് ഇങ്ങനത്തെ ഒക്കെ പഠിച്ചുകൊണ്ട് അറിയാം. ഉണ്ടാക്കി കരയുന്ന കരച്ചിലും വേദനയോട് ഹൃദയം നൊന്ത് കരയുന്ന കരച്ചിലും മാറ്റമുണ്ട്. അത് ദൈവഹിതപ്രകാരമുള്ളതാണ്. ഹൃദയം നൊന്ത് കരയുക. അന്ന ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് ദൈവഹിതപ്രകാരമായിരുന്നുകൊണ്ട് ദൈവം അവർക്ക് കുഞ്ഞിനെ കൊടുത്തു. തോബിത്തിന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, ഹൃദയം നിറഞ്ഞ വ്യഗ്രതയോടെ വേദന കൊണ്ട് കരഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറയാം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അതുകൊണ്ട് അടുത്ത 11-ാമത്തെ വചനം പറയാ, ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയും നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങളെല്ലാം നിർദ്ദേശരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയുന്നു. ആ കണ്ണുനീരോട് മനസ്സിലാവും. ചിലർ കരഞ്ഞു പറയുമ്പോൾ അറിയാതെ ആത്മാർത്ഥതയാണ്. ഭയങ്കര ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലെ കരച്ചിലിന്. കരച്ചിൽ 2 വിധം. ചിരിയാണെങ്കിൽ ഒരുപാട് വിധമുണ്ട്. കൊലച്ചിരിയുണ്ട്, സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ട്, കളിയാക്കി ചിരിക്കുന്നുണ്ട്, ആക്കി ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചിരികൾ പലതുണ്ട്. എന്നാൽ കണ്ണുനീര് 2ആണ്. അപ്പൊ കരച്ചിലിന് വലിയ ഒരു ആഘാതമുണ്ട്. കരച്ചിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് 2 രീതിയിലുള്ള കരച്ചില്. അത് ഒന്ന് ദൈവഹിത പ്രകാരമാണോ നീ ദുഃഖിച്ച് കരയുന്നത് എങ്കിൽ അതിന് അനുഭവം ഉണ്ട്, അത് ഖേദിക്കേണ്ട കാര്യമില്ല. അത് ലൗകികമായ ദുഃഖമാണ്.
എന്ന് നമ്മളെ തന്നെ ഒന്ന് ഓർമ്മ. അപ്പൊ യേശു ക്രിസ്തു കരഞ്ഞു, യേശു കണ്ണുനീർ പൊഴിച്ചു. എവിടെയാണെന്നറിയോ? ലാസർ മരിച്ചെന്നറിഞ്ഞപ്പോൾ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നമ്മളെ സമയം പോയെങ്കിൽ ഞാൻ ഈ കരച്ചില്, ജനിക്കുന്ന കുഞ്ഞും ജനിച്ചു കഴിഞ്ഞാൽ കരഞ്ഞിരിക്കണമെന്ന് ആ കുഞ്ഞ്, ഇല്ലെങ്കിൽ അതിനെന്തോ അസുഖമുണ്ട്. അതിനെ കരയിപ്പിക്കുമ്പോൾ ഉള്ള അസുഖങ്ങളെല്ലാം പോകും. എന്നാൽ ചില മാതാപിതാക്കൾക്ക് കരച്ചിട്ട് സഹിക്കാൻ പറ്റത്തില്ല, അതിനെ പാലും കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. ഈയിടെ അങ്ങനെ കരഞ്ഞ് 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 പാല് കൊടുത്ത് ഒരു കൊച്ചിന് ഗ്യാസ് കയറി, ഗ്യാസ് അങ്ങോട്ട് പോകത്തില്ല. അതിന് മുമ്പ് ബ്രസ്റ്റ് പാല് കൊടുത്ത് 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 വായിന്ന് അത് മാറ്റിയിട്ട് വേണ്ട കൊച്ചിന് ഗ്യാസ് വിടാൻ. എന്നാൽ കുടിച്ചു കഴിഞ്ഞിട്ട് കൊച്ചിനെ ബ്രദറിന് ഇതൊക്കെ എങ്ങനെ അറിയാന്ന്, കൊച്ചിനെ കയ്യിൽ കമത്തിയിട്ടിട്ട് പുറത്തങ്ങ് തട്ടിക്കൊടുത്ത് ഗ്യാസ് കളയിപ്പിക്കണം. അങ്ങനൊക്കെ ചെയ്യണം. തട്ടിയും മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മനത്തി. അപ്പം ചിലർ പറഞ്ഞു ഛർദ്ദിക്കും ബ്രദറെ. ഛർദ്ദിക്കത്തൊന്നുമില്ല, ഗ്യാസ് പോകണം. ഗ്യാസ് പോയില്ലെങ്കിൽ ഛർദ്ദിക്കും, ഗ്യാസ് പോയില്ലെങ്കിൽ കുഞ്ഞ് മരിച്ചുപോയി. എന്നെയല്ല, എനിക്ക് ഫോൺ വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞിന്റെ പാല് മുലപ്പാല് കൊടുത്തപ്പോൾ മുല മാറ്റാതെ ആ കുഞ്ഞിന്റെ വായിൽ തന്നെ വെച്ചോണ്ട് ചില അമ്മമാർ കിടക്കും. കുഞ്ഞിന് ആവശ്യമുള്ളപ്പം വലിച്ചു കുടിച്ചോട്ടെന്നും കണ്ട്. പക്ഷെ അതിന്റെ മൂക്കും അതിന്റെ വായും എല്ലാം കൂടെ അടഞ്ഞു പോകും. അതുകൊണ്ട് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന് കൈവെള്ളയില് അറിയത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കൈവെള്ളയിൽ ഇങ്ങനെ കിടത്തിക്കൊണ്ട് പാല് കൊടുക്കണം. അപ്പൊ കുഞ്ഞിന്റെ ഗ്യാസും പോവും, എല്ലാം പോവും. നല്ല ഇതാ. അത് കഴിയുമ്പം കുഞ്ഞിനെ മാറ്റി ഇരുത്തണം, എന്നിട്ട് കമത്തിയിട്ടൊന്ന് കൊട്ടിക്കൊടുക്കണം. അപ്പം കുഞ്ഞിന്റെ ഗ്യാസൊക്കെ പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ദൈവസന്നിധിയില് നമ്മള് കരയുന്ന ദൈവം തമ്പുരാൻ കരയുന്നുണ്ട്. അതാണ് ലൂക്കയുടെ സുവിശേഷത്തില് 11 നമ്മള് 7-ാം അധ്യായത്തില് 13 കർത്താവ് കരയുന്നുണ്ട്, കരയണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ലാസർ മരിച്ചപ്പോൾ ലാസറിന് വേണ്ടിയിട്ട് കർത്താവ് കരഞ്ഞുണ്ട്. അവൻ നെടുവീർപ്പിട്ട് കണ്ണുനീർ പൊഴിച്ചെന്നവർ. അതുപോലെ തന്നെ ജെറമ്യയുടെ പുസ്തകം 13-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം, നിങ്ങളുടെ അനുസരണക്കേട് നിമിത്തം ദൈവം കരയുന്നു. അപ്പം ദൈവം യേശുവും കരഞ്ഞു, പിതാവും പുത്രനും കരഞ്ഞു. പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കാൻ പരിശുദ്ധാത്മാവും കരയുന്നുണ്ട്. ഈ ത്രിത്വത്തിൽ 3 പേരും കരയുന്നുണ്ട്. പിതാവ് കരയുന്നതാണ് ജെറമ്യയുടെ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം. ജെറമ്യ ചാപ്റ്റർ 13:17. ദൈവമായ കർത്താവ് കരഞ്ഞാല് തീർച്ചയായിട്ടും ഓർത്തുകൊള്ളുക, അവിടെ നാശം. നീ മുഖേന എന്റെ ദൈവം കരയുന്നുണ്ടെങ്കിൽ നിനക്ക് നാശങ്ങൾ തന്നെ സംഭവിക്കത്തുള്ളൂ. കാര്യം സംഹാരദൂതൻ അവിടെ ഇരിക്കത്തില്ല. പിതാവായ ദൈവത്തിന്റെ ആ കണ്ണുനീര് കണ്ടാല് ആ സംഹാരദൂതൻ അവന്റെ ശക്തി മുഴുവൻ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങോട്ട് ഒറ്റ വരവുണ്ട്, ആഞ്ഞടിക്കുമെന്നാ പറയുന്നത്. അങ്ങനെ സംഹാര മുഹൂർത്തത്തിൽ അവരെ മുഴുവൻ നശിപ്പിച്ചു കഴിയുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ ആ വേദന, വിഷമം ഇല്ലാതാക്കി കളയും. ഇവിടെ പറയാ ജെറമ്യ 13:10, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. എന്റെ ആത്മാവ് കരയുന്നു, പിതാവായ ദൈവം കരയുന്നു, ആത്മാവും കരയുന്നു. കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക്, പാപത്തിലേക്കും ഈ അനിഷ്ട സംഭവങ്ങൾക്ക്, അനാവശ്യങ്ങളിലേക്കും കൊണ്ടുപോയാൽ ഞാൻ ഉള്ളുരുകി കരയും. ഉള്ളുരുകി ഹൃദയം നൊന്ത് കരയുമെന്ന്, കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകും. ദൈവമായ കർത്താവും പരിശുദ്ധാത്മാവും ഒക്കെ കരയുന്ന അവസ്ഥ. യേശു കരഞ്ഞ് ലാസർ മരിച്ചപ്പോഴേ അവൻ കണ്ണുനീർ പൊഴിച്ചു. അപ്പം ദൈവമായ കർത്താവും പുത്രനും പരിശുദ്ധാത്മാവും കരഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ആര് മുഖേനയാണ് ആ വ്യക്തിക്ക് മോചനം കിട്ടത്തില്ല. അതുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുക, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. കരച്ചില്, വേദനയുള്ള ഹൃദയം നൊന്തായിരിക്കണം. അത് ആവശ്യത്തിന് കരയുക, എങ്കിൽ തമ്പുരാൻ ഓടി വരും. ഒന്ന് കരഞ്ഞാൽ ഓടി എൻ്റെ അരികിലെത്തും എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ. ഒന്ന് സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുകർക്കും. ഒന്ന് കരഞ്ഞാൽ ഓടി എൻ്റെ അരികിലെത്തും. ആ കരച്ചില് കർത്താവ് എൻ്റെ കണ്ണുനീര് തുടച്ചു തരും, കണ്ണുനീര് തുടച്ചും. അതുകൊണ്ട് എന്നെ സേവിക്കുന്നവരെ കരഞ്ഞ് ചുമന്ന്, അതാണ് ജോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്. അത് സങ്കീർത്തനം 6:6 പറയുന്നുണ്ട്. ജോബിന്റെ പുസ്തകത്തില് വ്യക്തമായിട്ട് പറഞ്ഞ് 16:16 കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നു. ചിലരുടെയൊക്കെ എപ്പോഴും കരഞ്ഞ് ചുമന്നും വികൃതമായിട്ടിരിക്കും. മുഖത്ത് നോക്കിയാൽ അറിയാം ഒരു വ്യക്തിയുടെ അവസ്ഥകള്. കൺപോളകൾ അന്ധകാരം കൂടിയിരിക്കുന്നു, കാഴ്ചശക്തി. പിന്നെ അവർക്ക് നല്ലതും
ചീത്തയൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വേദനയാ അവർ തിന്നു, പീഡനങ്ങള്, ക്ലേശങ്ങള്. അപ്പൊ എന്ത് പറഞ്ഞാലും ആശ്വസിക്കാൻ പറ്റത്തില്ല അവരോട്. അതിനെപ്പറ്റി അറിയാവുന്നവർ വന്ന് അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും. തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ കരഞ്ഞിട്ടുള്ള മേഖലകളെയും ആവശ്യമില്ലാതെ കരഞ്ഞ മേഖലകളെയും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് മാപ്പ് ചോദിച്ച് തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ദൈവമേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ